നിങ്ങളുടെ വിഷമം എനിക്ക് അറിയാം സഹോദരി. സഹോദരിയോ? ജന്മന ഉള്ള വൈകല്യം കൊണ്ട് സമൂഹം അംഗീകരിക്കാതെ അപമാനങ്ങളും പേറിക്കൊണ്ട് ഒരു തൊഴിലും കിട്ടാതെ റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ് നിങ്ങൾ. എല്ലാരും നിങ്ങളെ പോലെ ഞങ്ങളെ മനസ്സിലാക്കില്ല അനിയ. ചിലര് ഞങ്ങളെ കളിയാക്കും, പിന്നെ ചിലരോ മോശമായിട്ട് പെരുമാറും. നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു, ചോദിക്കാതെ ഞങ്ങൾക്ക് പണവും തന്നു. സാറിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയൂ സാർ. ഒരു കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആ ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? ആരാ അനിയ അയാള്? അയാളെ എന്ത് ചെയ്യണോന്ന് പറഞ്ഞു തന്നാ മതി. അയാളെ ഞങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാ സഹായിക്കുന്നത്. എന്താ നടന്നെന്ന് ഞാൻ പറയാം. മനസ്സിലായി അനിയ. നിങ്ങളുടെ അനിയനും അനിയന്റെ ഭാര്യയും ആ MLAയുമായി കൂട്ടുചേർന്നിരിക്കുകയാണ്. അവരെ വേർപെടുത്തണം, അത്രയല്ലേ വേണ്ടൂ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചേക്ക്. അല്പസമയത്തിനുള്ളിൽ എന്റെ അനിയനും ഭാര്യയും ഈ റൂട്ടിലൂടെ വരും. അവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നിങ്ങൾ എന്ത് പറഞ്ഞോ അതുപോലെ ചെയ്തേക്കാനിയ. നിങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് വെക്കോ. നിങ്ങൾ ഭാര്യയും കുട്ടികളുമായി സന്തോഷത്തോടെ കഴിയണം. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ജോലി പണത്തിന് വേണ്ടിയല്ല, നിങ്ങളെ പോലുള്ള നല്ല മനുഷ്യർക്ക് വേണ്ടിയാ. വളരെ നന്ദിയുണ്ട് സഹോദരിമാരെ. ഞങ്ങൾ വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി കാർത്തിക, ആ MLAയുടെ സ്വഭാവത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അയാളോട് സൂക്ഷിച്ചു വേണം പെരുമാറാൻ. അപ്പോ MLA അങ്ങളുടെ വിശ്വസിക്കാതെ നിന്റെ അഭിയേട്ടനെ വിശ്വസിക്കണമെന്നാണോ? എല്ലാവരും ചേർന്ന് നമ്മളെ ടാർഗറ്റ് ചെയ്തിരിക്കുക. ആ മാതാജിയെ വരുത്തിച്ച് നമ്മൾ എന്തുമാത്രം ടോർച്ചർ ചെയ്തതെന്ന് നീ മറന്നുപോയോ? നമ്മളെ ഭയപ്പെടുത്തി അപ്രൂവറായി മാറ്റി. MLA അങ്ങളോട് ചേർത്ത് നമ്മളെയും കൂടി ആ ഡ്രഗ് കേസിൽ ചേർത്ത് ജയിലിലേക്ക് അയക്കാൻ അവർ ശ്രമിക്കുന്നത്. അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ? അതെ, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ എന്താ അനിയത്തി ഈ ശബ്ദത്തിനൊരു കടുപ്പം? ഛേ, ഞാൻ എങ്ങനെയാ നിങ്ങളുടെ പെങ്ങളാകുന്നേ? ഒന്നാമത് ഞങ്ങൾ വലിയ ടെൻഷനില്ല, ഒന്ന് മാറിപ്പോയേ. കാശ് തന്നാ പോവാം. എന്തിനു നിങ്ങൾക്ക് തരണം? ഒരു രൂപ പോലും എനിക്ക് കയ്യിലെടുക്കാനില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോ അതുപോലെയൊന്നും തോന്നുന്നില്ലല്ലോ. നല്ല കാശുള്ള കുടുംബം പോലെ ഉണ്ടല്ലോ. ഒരു കാലത്ത് വലിയ കാശുകാരായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എന്ത് പാപം ചെയ്താ സ്വത്തെല്ലാം പോയത്? ഏയ്, അതറിയേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ? മര്യാദക്ക് വഴി മാറുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്തിനാ മാഡം ചൂടാവുന്നേ? ഞങ്ങൾ ആരാണെന്നും ഞങ്ങളുടെ പിന്നിൽ ആരാണെന്നും അറിയോ? നിങ്ങളുടെ പിറകെ ആരുണ്ടായി എനിക്കെന്താ? ഒന്ന് മാറിയേ. കാശ് തന്നാ ഞങ്ങള് പൊക്കോളും. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ചെല്ലങ്ങോട്ട്. ഞങ്ങളെ തള്ളിവിടുകയാണോ? നിങ്ങളെ തള്ളി വിടുകയല്ല, അടിക്കാ വേണ്ടത്. നീ എന്നെ അടിച്ചോ? നിന്റെ കാര്യം പോക്കാ. ഈ ഏരിയയിലെ MLA ഞങ്ങൾക്ക് നന്നായി അറിയാം. അദ്ദേഹത്തോട് പറഞ്ഞാൽ നിന്റെ കഥ കഴിക്കും. ആ MLA നിങ്ങളെക്കാളും ഞങ്ങൾക്കറിയാം. വേണമെങ്കിൽ പോയി ചോദിക്കാം. അദ്ദേഹത്തോട് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ദേഹത്തെ കൈവച്ചതിന് നിന്നെ തീർത്തു കളയും. അദ്ദേഹം ഞങ്ങളുടെ കൈകൊണ്ടേ എത്രയോ പേരെ കൊല്ലിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലെ നിങ്ങൾ ഉൾപ്പെടാൻ പോവാ. വാടി. അഖിൽ, എന്താ കാർത്തിക ഇവരിങ്ങനെ വയലന്റ് ആയിട്ട് സംസാരിക്കുന്നു? ഇവര് ബഗ്ഗേഴ്സ് ആണോ അതോ MLA സാറിന്റെ കൂലിപ്പണിക്കാരാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. MLA അങ്കിള് ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും കൂടില്ല. എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നു കാർത്തിക. കയ്യിൽ കത്തിയൊക്കെ ആയിട്ട് കറങ്ങുന്നുണ്ടെങ്കിൽ ഇവര് ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാ.
എല്ലാത്തിനും ഇങ്ങനെ പേടിച്ച എങ്ങനെയാ അഖിൽ? നീ ഇങ്ങനെ ഒരു പേടി തൊണ്ടരാന്ന് വിചാരിച്ചില്ല. മാതാജി പറഞ്ഞത് സത്യമാവോന്ന് എനിക്ക് ടെൻഷനുണ്ട്. ആദ്യം ആ മാതാജിയെ മൈൻഡിൽ നിന്ന് കള. ആ ഭയത്തിലാണ് നിനക്ക് അപ്രൂവറായി മാറാൻ തോന്നുന്നത്. നടക്ക്. എന്റെ അനിയൻ പേടിക്കോ? നിങ്ങളുടെ അനിയത്തിക്ക് പേടിയൊന്നുമില്ല. അവളും പേടിക്കാനല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നേ. അതുപോട്ടെ, അവർ MLA വീട്ടിൽ ചെന്ന ഉടനെ തന്നെ വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരും. ആദ്യം സൈലന്റ് ആയിട്ടുള്ള വീഡിയോ കാണിക്കാം, അതിനുശേഷം ഓഡിയോ ആഡ് ചെയ്ത് വയലന്റ് ആയിട്ടുള്ള വീഡിയോ കാണിക്കാം. അപ്പൊ കാർത്തികയും പതിയെ നമ്മുടെ വഴിക്ക് വരും. ഏട്ടൻ വാ പോവാം. അഭിരാം സാർ. വസുന്ധര മാഡം. അല്ല, ആരാ നിങ്ങൾ? നമസ്കാരം സാർ. എന്റെ പേര് സദാശിവൻ എന്നാ. ഇതെന്റെ ഭാര്യ സരിത. നമസ്കാരം. നാളെ ഞങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയോ. ഒരു 100 പേർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ നന്നായി ഭക്ഷണം ഉണ്ടാക്കുമെന്ന് ഞങ്ങളുടെ അയൽക്കാർ പറഞ്ഞു. നാളെ ഒരു 100 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഉറപ്പായിട്ടും തയ്യാറാക്കി തരാം. ഐറ്റംസ് എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ചുള്ള റേറ്റ് ഞങ്ങൾ പറയാം. എന്താടാ ഇവര് ബെയിലും ജയിലൊക്കെ വിട്ടിട്ട് പാചകം ചെയ്യാൻ പോകുന്നേ? അല്ലാണ്ട് ഇവന് ഭക്ഷണം ഉണ്ടാക്കി വിറ്റാലല്ലേ ഇളയമേ നമുക്ക് വല്ലതും കഴിക്കാൻ കിട്ടും. നമ്മൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല, അവർക്ക് കോൺട്രാക്ട് ഒന്നും കിട്ടാൻ പാടില്ല. 4 വിധത്തിലുള്ള തോരൻ, പിന്നെ മധുരവും ഒരു എരിവും, ഐസ്ക്രീം കൂടെ വേണം. സമ്മർ അല്ലേ ഇപ്പോ. കുട്ടികൾക്ക് ഐസ്ക്രീമും മുതിർന്നവർക്ക് ലസ്സിയും കൊടുക്കാം. പിന്നെ ഭക്ഷണത്തിന് ശേഷം സ്വീറ്റ് സോഡയും ജീരക സോഡയും കൊടുക്കാം. അപ്പൊ കഴിച്ച ആഹാരം ദഹിക്കുകയും ചെയ്യും. നന്നായി മോളെ. വരുന്നവരൊക്കെ നല്ല തൃപ്തിയോടെ ഭക്ഷണം കഴിച്ചിട്ട് മനസ്സറിഞ്ഞ് എന്റെ മകളെ അനുഗ്രഹിച്ച മാത്രം മതി. താങ്ക്സ് മാഡം. പ്ലേറ്റിന് 500 റുപ്പീസ് വെച്ച് തന്നാ മതി. 500 എന്തിനാ സാറേ? 600 വാങ്ങിക്കോളൂ. ഭക്ഷണം നന്നായിരിക്കണം. ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടല്ലേ വന്നത്. ആ പേര് ഞങ്ങൾ നിലനിർത്തും. എന്റെ മകൻ അഭിറാം പറഞ്ഞത് തന്നെയാ. നിങ്ങളുടെ ബന്ധുക്കളെല്ലാവരും ഭക്ഷണം വളരെ നല്ലതാണെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. എന്റെ മരുമകളുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അമൃത് പോലെ ഇരിക്കും. ഒരു പ്രാവശ്യം കഴിച്ചാ വീണ്ടും വീണ്ടും ആ ആഹാരം തന്നെ വേണമെന്ന് പറയും. 100 പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ കൂടുതലുണ്ടാവും. ഒരു 20 പേർ കൂടി നമുക്ക് കൊടുക്കാൻ കഴിയും. ആ അളവിൽ ഭക്ഷണം ഉണ്ടാവും. ഇത് നിങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയമല്ല, ഞങ്ങളുടെ മകളുടേതാണെന്ന് കരുതി ചെയ്തോളാം. നിങ്ങൾ സമാധാനത്തോടെ പോയിട്ട് വരൂ. വളരെ സന്തോഷമുണ്ട് മാഡം. അതിങ്ങനെ ഇതാ തന്നെ. ഏട്ടാ. ഇതാ അഡ്വാൻസ് വാങ്ങിക്കോളൂ. വസുന്ധര, തന്റെ കൈ കൊണ്ട് തന്നെ ഇത് വാങ്ങിക്കും. നിർത്തേ. നീ എന്താ ചെയ്യുന്ന വസു? നീ എന്താ ചെയ്യുന്നെന്ന് മറന്നുപോയോ അബി? എന്ത് പറ്റിയല്ലേ? എന്താ എടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നേ? ഏട്ടൻ ഡ്രഗ്സ് കേസിലെ കുറ്റവാളിയല്ലേ? ആ കേസിന്റെ വിധി പറയുന്നത് വരെ നമ്മൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വിൽക്കാൻ പാടില്ല ഏട്ടാ. ഒരു തവണ ആയാൽ പോലും ഈ കാര്യം പോലീസ് അറിയുകയാണെങ്കിൽ അഭിയേട്ടന്റെ ജാമ്യം റദ്ദാകില്ലേ? അഭിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകും. ഇവര് നമുക്ക് വന്ന് ഓർഡർ നശിപ്പിക്കാൻ നോക്കൂ ഏട്ടാ. എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്നേത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ഞങ്ങൾ കൃത്യസമയത്ത് വന്നതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി. ഇല്ലെങ്കിൽ അബി എന്തു വലിയ പ്രശ്നത്തിൽ പെട്ടേനെ. ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി വേറെ ഏതെങ്കിലും കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിക്കും. ശരി ശരി, നിങ്ങൾ പൊക്കോ. നിങ്ങളുടെ ഫംഗ്ഷൻ നാളെയല്ലേ, ഒട്ടും സമയമില്ല. നിങ്ങൾ പൊക്കോ. ദൈവമേ, കയ്യിലെത്തിയത് വായിലെത്താതെ പോയല്ലോ. ഒരു മിനിറ്റ് നിൽക്കുക. ഞങ്ങളുടെ ഭക്ഷണം നല്ലതാണെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ വന്നത്. നിങ്ങളെ വെറും കൈയോടെ തിരിച്ചയക്കുന്നതിൽ
ഞങ്ങൾക്ക് താല്പര്യമില്ല. നിന്റെ ജാമ്യം റദ്ദാകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അബി. ഏട്ടൻ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാ. അഭിയേട്ടൻ ജയിലിലേക്ക് പോയാ ഞങ്ങളും ജയിലിലേക്ക് പോയതിന് തുല്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പകരം നിങ്ങൾ 3 പേരും ഭക്ഷണം ഉണ്ടാക്കുന്നു. നാളത്തെ വിവാഹ നിശ്ചയത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഞങ്ങൾ എങ്ങനെ പാചകം ചെയ്യാനാ? ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഞങ്ങൾ അടുത്തുണ്ടാവും ഇളയമ്മേ. എങ്ങനെയൊക്കെ കൂടെ ഇരുന്നാലും ഏടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയൊന്നും ഞങ്ങൾ ഉണ്ടാക്കി വരില്ല. സ്വാദിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതെ ഏട്ടത്തി, സംസ്കൃതി കാറ്ററിംഗിന് ചീത്ത പേരുണ്ടാവും. ഒന്നും വരില്ല. അടുത്തിരുന്ന റെസിപ്പിയൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എന്റെ അനിയത്തി കാർത്തികയുടെ കയ്യിലേക്ക് അഡ്വാൻസ് അങ്ങ് കൊടുത്തേക്ക്. വാങ്ങിച്ചോ കാർത്തിക? വാങ്ങിച്ചോ കാർത്തികേ. ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാ ഒരു നല്ല കാര്യം ചെയ്യുന്നേ. അഡ്വാൻസ് വാങ്ങിച്ചോളൂ. വാങ്ങിക്കും മോളെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. നാളെ കൃത്യസമയത്തിന് ഭക്ഷണം എത്തിയിരിക്കും. താങ്ക്സ്. എന്നാ വരട്ടെ. അഖിലിന് ഇതുവരെയും ബുദ്ധി ഉദിച്ചില്ലെന്ന് അഭി കരുതിയത്. കാർത്തികയെ ഞാൻ ഇത്രത്തോളം കരുതിയതുമില്ല. പക്ഷെ ഇവർക്ക് നിന്റെ അടുത്ത് ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നു. സുമംഗലി ഇളയമേൻ ഗ്രേറ്റ് ആണ് വസു. എത്ര ആലോചിച്ചാ പറഞ്ഞത്. തന്റെ മരുമകൻ അഭി സ്റ്റേഷനിൽ പോവാൻ പാടില്ലെന്ന് കരുതി കറക്റ്റ് സമയത്ത് വന്നാ ഓർമ്മപ്പെടുത്തിയത്. ആവശ്യമില്ലാതെ നിന്നെ കുറ്റക്കാരിയാക്കി നിനക്ക് വേണ്ടി ഹോമം വരെ നടത്തി. നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഏട്ടൻ കളിയാക്കി പറയാണോ അതോ കാര്യമായിട്ട് പറയാണോ? ഏട്ടന്റെ മനസ്സ് നന്നായിട്ട് അറിയാലോ ഏട്ടത്തിക്ക്. പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? വസുന്ധര, എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ, അതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ റെസിപ്പിയൊക്കെ അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യാട്ടാ. നിങ്ങളുടെ വാ ചുമ്മാതിരിക്കില്ല അല്ലേ? വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട്. എടാ ഞാനാണോ ഇതൊക്കെ ചെയ്തേ? നീയും കാർത്തികയും കൂടിയല്ലേ ഒക്കെ ഒപ്പിച്ചു വെച്ചത്? ഇങ്ങനെ തിരിച്ചു പണി കിട്ടുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ? അഭിയേട്ടനും വസുവേട്ടത്തെയും ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല. നിങ്ങൾ ആരെക്കുറിച്ചോ പറയുന്നുണ്ടല്ലോ കാർത്തിക. സവാള അങ്ങനെ വലുതായിട്ട് അരിയില്ല ഇളയമേ, ചെറുതായിട്ട് വേണം അരിയാൻ. എന്താ ഭാവനെ, ഞങ്ങളൊന്നും സഹായിക്കാൻ വരാതെ ദൂരെ നിന്ന് കാഴ്ച കണ്ട് രസിക്കാ നീ? അല്ല, അഭിയേട്ടനും വസുവേട്ടത്തേക്കും പാചകം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്തുകൂടെ? ആ അത് ശരിയാണല്ലോ ഏട്ടാ. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാമല്ലോ. സോറി അഖിൽ, ഈ കാറ്ററിംഗിന്റെ കണക്കൊക്കെ നോക്കണമെന്ന് പറഞ്ഞ് അഭി എന്നെ ഏൽപ്പിച്ചിരിക്കുക. അത് തന്നെ ഒരുപാട് കൂടുതലാ. എനിക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതിന് പോലും എനിക്ക് സമയം തീരെ തികയുന്നില്ല. ഏട്ടാ, ഏട്ടന് ജോലിയൊന്നുമില്ലല്ലോ. ഏട്ടൻ ഏടത്തേക്ക് ഒന്ന് സഹായിച്ചൂടെ? ഞങ്ങൾ ജോലി ചെയ്ത് എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അഭിക്കത് മോശം പേരുണ്ടാക്കില്ലേ സുമംഗലേ? എന്തായാലും പാചകം ചെയ്യാന്ന് ഏറ്റെടുത്തത് നിങ്ങള്, അഡ്വാൻസ് വാങ്ങിയത് നിങ്ങളാണ്. പിന്നെന്തിനാ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത്? ഞങ്ങൾ സമ്മതിച്ചെന്നോ? നിങ്ങളെല്ലാം കൂടെ ഞങ്ങൾ ഈ ജോലി അടിച്ചേൽപ്പിച്ചതല്ലേ? ശരിക്കും അഭിയുടെ മേലുള്ള സ്നേഹം നിങ്ങൾ കാണിക്കണമല്ലോ. അതുകൊണ്ടാ കാറ്ററിംഗ് ജോലി നിങ്ങളെ ഏൽപ്പിച്ചേ. ഇത്രയും നാളും അഭിയും വസുവും കഷ്ടപ്പെട്ട് നമുക്ക് ആഹാരം തന്നു. ഇനിയിപ്പൊ നിങ്ങൾ ആഹാരം ഉണ്ടാക്കി തരണം. അതിനാണോ ഞങ്ങളെ ചാടിച്ചത്?
ഇല്ലടാ, നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണു. എന്തായാലും ഇപ്പൊ പോലീസ് അടുത്തില്ലല്ലോ. അഭിയേട്ടനും വസുവേട്ടത്തെയും പാചകം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത കുഴപ്പമെന്താ? പ്രശ്നമുണ്ട് കാർത്തിക. ഇവിടെ പോലീസ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ വിളിച്ചു പറയാൻ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോലീസിന് അയച്ചു കൊടുത്താലോ? ഏട്ടന്റെ ജാമ്യം റദ്ദാകില്ലേ ഇളമേ? മോനെ വെച്ച് പറയല്ലേ വസു, നിങ്ങളെ മുന്നിൽ വെച്ച് ഞങ്ങളെ മണ്ടന്മാരാക്കുകയാണല്ലേ? അതെല്ലാം ചെയ്തത് നിങ്ങളെ ഏട്ടത്തി. അതുകൊണ്ടാ നിങ്ങൾ പിടിക്കപ്പെട്ടത്. റിവഞ്ച് ചെയ്യാണല്ലേ? ഇല്ലടാ, നീ ജോലി ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുക. ഞങ്ങൾ എന്താ ആദ്യമായിട്ടാണോ ജോലി ചെയ്യുന്നത്? ഇത്രയും നാളും മാവ് അരച്ചു, പാത്രങ്ങളും കഴുകിയില്ലേ? ഇനി അങ്ങോട്ട് ഇതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്താ മതി. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജോലി ചെയ്യിപ്പിച്ചോണ്ടേ ഇരിക്കുന്നോ? അതിന് കാശ് കിട്ടിയല്ലേ ഇളയമ്മേ? ഇപ്പൊ അഭി പറഞ്ഞതേ ഉള്ളൂ, ഇനി 2-3 ഓർഡർ കൂടി വരാനുണ്ടെന്ന്. ഇളയമ്മയിൽ അവന് വലിയ വിശ്വാസം ഉണ്ടെന്നാ പറയുന്നേ. എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവരെന്തോ അനുഗ്രഹം തരാൻ വന്നതല്ലേ, അനുഗ്രഹിച്ചിട്ട് പൊയ്ക്കോട്ടെ. എന്റെ സാറ് പണം തന്നതല്ലേ, വാങ്ങിയിട്ടൊക്കെ പൊയ്ക്കൂടെ? ഞങ്ങള് ചുമ്മാ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, 2 വാക്ക് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. എന്താണെന്ന് വെച്ചാ പെട്ടെന്ന് പറയും. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങള് ചെയ്തു ചേട്ടാ. ആർക്ക് വോട്ട് ചെയ്തെന്നാ പറഞ്ഞ? നിങ്ങക്ക് വോട്ട് ചെയ്തു എന്നാ ഞാൻ പറഞ്ഞേ. അങ്ങനെ ഒന്ന് തെളിച്ച് പറയ്. അവര് മിസ്സായി പോയി ചേട്ടാ. ആരാ മിസ്സായത്? പ്രതിപക്ഷത്തെ ആൾക്കാര്. തെളിച്ച് പറയാനല്ലേ പറഞ്ഞത്? വീണ്ടും ഞങ്ങള് ചെയ്യാൻ ചേട്ടാ. വോട്ടല്ലേ? അതെ ചേട്ടാ, ഈ പ്രാവശ്യം മിസ്സാവില്ല, ഗ്യാരണ്ടിയായി ചെയ്തിരിക്കും. എവിടെ പോകും? ആര് പോകുന്നു? ചേട്ടൻ പാർലമെന്റിലേക്ക് പോകും ചേട്ടാ. അയ്യോ, തെളിച്ചങ്ങോട്ട് പറയ്. നിങ്ങൾ തരാന്ന് പറഞ്ഞത് അങ്ങോട്ട് തരൂ ചേട്ടാ. എന്താ തരേണ്ടേ? ഞങ്ങൾക്ക് റിസർവേഷൻ. ആൾറെഡി നിങ്ങൾക്കൊരു സംവരണം തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞത് ചെയ്യണം ചേട്ടാ. എന്താ ഞാൻ ചെയ്യേണ്ടത്? തന്ന വാക്ക് പാലിക്കണം. അത് മാത്രം ചോദിക്കരുത്, അത് ചോദിക്കുന്നത് സാറിന് ദേഷ്യ. ഇവർക്കൊരു 1000 രൂപ കൊടുത്തു വിട്ടേക്കടോ. എനിക്ക് ഈ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. 1000 ആണോ ചേട്ടാ? ഒരു 10,000 തന്നേ. എനിക്ക് കിട്ടുന്ന ശമ്പളം 10,000 രൂപയാ. അത് കൂടുതൽ നിങ്ങൾക്ക് തരുമോ? ഇതോടെ ഈ പ്രശ്നം തീരുമല്ലോ, കൊടുത്തു വിട്. നായ്ക്കണ്ണ്, നരിക്കണ്ണ്, പൂച്ചക്കണ്ണ്, കോഴിക്കണ്ണ് എല്ലാം പോട്ടെ. ശരി ശരി, പോ. പോയിട്ട് വരാം ചേട്ടാ. വാടി. എന്താടാ എന്താ നോക്കുന്നേ? എനിക്ക് എന്തോ അവരെ കണ്ടിട്ടൊരു സംശയം തോന്നുന്നു. നിനക്ക് എന്താ സംശയം? അവര് സംസാരിച്ചത് കേട്ടപ്പോ എന്തോ ഒരു കള്ളത്തരമുള്ളത് പോലെ തോന്നി. എല്ലാത്തിനും വിശദീകരണം തന്നല്ലോ. ആ വിശദീകരണത്തില് എന്തോ ഒരു മർമ്മമുള്ളത് പോലെ. അവർക്ക് എന്താടോ ചെയ്യാൻ പറ്റുക? നീയും നിന്റെ ഒരു സംശയവും. അവരെ അങ്ങനെ കുറച്ച് കാണല്ലേ സാറേ. അവര് അർദ്ധനാരീശ്വര സ്വരൂപമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യും. വസുന്ധര, ഏതൊരു വീഡിയോ വന്നിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. ആരേട്ടാ ഇത് അയച്ചു തന്നത്? ഏതോ പ്രൈവറ്റ് നമ്പറിൽ നിന്നാ വന്നിരിക്കുന്നത്. അപ്പോ മാതാജി പറഞ്ഞതൊക്കെ സത്യമാകും ഏട്ടാ? ആ വീഡിയോ കാണുമ്പോ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്.
എന്ത് വീഡിയോ എടുത്തിയാ അത്? നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. MLA വീട്ടിലേക്ക് ഇവരെന്തിനാ പോയത്? MLA അങ്ങളോട് എന്താ സംസാരിച്ചത്? MLA അവരൊന്നും പറഞ്ഞല്ല കാർത്തിക്. MLA ആണ് അവരോട് എന്തോ പറയുന്നത്. അതെ കാർത്തിക, അവരെന്തോ സ്കെച്ചഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. MLA ആരോട് സംസാരിച്ചാലും നമുക്കെന്താടാ? നീ എന്തിനാ പേടിക്കുന്നേ? മാതാജി പറഞ്ഞതുപോലെ MLA അങ്കിള് നമ്മളെ കൊല്ലുമെന്ന് അഖിലിന് പേടിയുണ്ട്. ഭയപ്പെടുന്നൊന്നും അല്ല, അതിപ്പോ സത്യമെന്ന് തോന്നുന്നത്. വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കണ്ടുനോക്ക്. എന്താ നിങ്ങൾ പെറുപിറുക്കുന്നേ? മര്യാദക്ക് ജോലി. സമയമില്ല, വേഗം പാചകമൊക്കെ പൂർത്തിയാക്ക്. ഈശ്വര, ആ മാതാജി പറഞ്ഞത് സത്യമാവല്ലേ?